ഇന്ന് ഈജിപ്തിൽ നിന്നുള്ള ഒരു നാടോടി കഥയാണ്. പണ്ട് ഒരു മീൻപിടുത്തക്കാരനുണ്ടായിരുന്നു. അയാൾ എല്ലാ ദിവസവും നദിയിൽ പോയി മീൻ പിടിക്കുകയും അത് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് ജീവിക്കുകയും ചെയ്തിരുന്നു. എല്ലാ ദിവസവും അവസാനം ആകുമ്പോൾ അയാളുടെ കയ്യിൽ 3 മീനുകൾ ബാക്കി കാണും. അത് അയാൾ വീട്ടിൽ കൊണ്ടുപോയി ഒന്ന് ഭാര്യയ്ക്ക് കൊടുക്കും, ഒന്ന് മകന് കൊടുക്കും, ഏറ്റവും അവസാനത്തത് അയാൾ എടുക്കും. ഒരു ദിവസം അയാൾ വൈകുന്നേരം വരെ വലയെറിഞ്ഞിട്ടും ഒരു മീനും കിട്ടിയില്ല. വിൽക്കാനും കിട്ടിയില്ല, വീട്ടിൽ കൊണ്ടുപോകാനും കിട്ടിയില്ല. അയാൾ വല്ലാതെ വിഷമിച്ചു. കുറേ നേരമായിട്ട് അയാളെ കാണഞ്ഞപ്പോൾ അയാളുടെ മകൻ അയാളെ അന്വേഷിച്ച് നദിക്കരയിലേക്ക് ചെന്നു. അപ്പോൾ തൻ്റെ പിതാവ് വളരെ ബുദ്ധിമുട്ടി അവിടെ ഇരുന്ന് മീൻ പിടിക്കുന്നത് കണ്ടു. അവനും കൂടെ അയാളുടെ ഒപ്പം കൂടി. അങ്ങനെ കുറേ നേരം മീൻ പിടിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു ചെറിയ മീനെ കിട്ടി. അപ്പോൾ ഈ പിതാവ് മകനോട് പറഞ്ഞു, ഇതിനെ വിൽക്കാനൊന്നുമില്ല, ആരും ഇതിനെ വാങ്ങാനൊന്നും പോകുന്നില്ല, ഇത് അത്ര ചെറുതാണ്, നീ ഇത് വീട്ടിൽ കൊണ്ടുപോയി അമ്മയ്ക്ക് കൊടുക്കൂ, ഇത് കറി വെച്ച് നമുക്ക് 3 പേർക്കും കൂടി കഴിക്കാം. അപ്പോൾ മകൻ പറഞ്ഞു, ഇതൊരു ചെറിയ മീനല്ലേ അച്ഛാ, ഇതിനെ മാത്രമായിട്ട് കൊണ്ടുപോയിട്ട് നമ്മുടെ വയറ് നിറയുകയില്ല, അത് ജീവിച്ചോട്ടെ. ഇതും പറഞ്ഞ് അവൻ ഈ മീനിനെ നദിയിലേക്ക് തന്നെ തിരിച്ചു വിട്ടു. പിതാവിന് കലശലായ ദേഷ്യം വന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ കാത്തിരുന്ന് കിട്ടിയ മീനാണ്, അതിനെയാണ് മകൻ നദിയിലേക്ക് തിരിച്ചു വിട്ടിരിക്കുന്നത്. അന്ന് പിതാവൊന്നും മിണ്ടിയില്ല. പക്ഷേ പിറ്റേ ദിവസവും ഇതേ കാര്യം തന്നെ സംഭവിച്ചു. വൈകുന്നേരം വരെ പിതാവിന് മീനൊന്നും കിട്ടിയില്ല. അവസാനം ഒരു ചെറിയ മീനെ കിട്ടി. അത് തലേദിവസം കിട്ടിയ അതേ മീനായിരുന്നു. മകൻ അതിനെ അന്നൊന്ന് നദിയിലേക്ക് തന്നെ തിരിച്ചു വിട്ടു. നീ ഇന്ന് പട്ടിണി കിടന്നാൽ മതി എന്ന് പിതാവ് അവനോട് പറഞ്ഞു. അന്ന് പിതാവ് അവന് ഭക്ഷണമൊന്നും കൊടുത്തില്ല. മീനെ തിരിച്ചു വിട്ട നിനക്ക് പട്ടിണിയാണ് ശിക്ഷ എന്ന് ആ പിതാവ് പറഞ്ഞു. ഉണ്ടായിരുന്നത് ഭാര്യയും ഭർത്താവും കൂടെ വീതം വെച്ച് കഴിച്ചു. പിറ്റേന്ന് ഇത് തന്നെ സംഭവിച്ചു. അദ്ദേഹം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അധ്വാനിച്ചിട്ടും മീനൊന്നും കിട്ടിയില്ല. അവസാനം കിട്ടിയ ചെറിയ മീനെ മകൻ നദിയിലേക്ക് വിടുകയും ചെയ്തു. അപ്പോൾ പിതാവ് പറഞ്ഞു, നിന്നെ എനിക്കിനി വേണ്ട, നീ ഒരു കാര്യമില്ലാത്തവനാണ്, ഒരു ഗുണമില്ലാത്തവനാണ്, നീ എവിടെയെങ്കിലും പോയി ജീവിക്കുക, എൻ്റെ കൂടെ നിന്നാൽ ഞാനും കൂടെ കഷ്ടത്തിലാവുകയുള്ളൂ. ഈ മകൻ്റെ പേര് ഹസൻ എന്നായിരുന്നു. അവൻ്റെ കയ്യിൽ കുറച്ച് വെള്ളവും ഒരു റൊട്ടിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ യാത്ര തിരിക്കാൻ നേരത്ത്. അവൻ്റെ അമ്മ ഉണ്ടാക്കി കൊടുത്തായിരുന്നു അത്. പിതാവ് മകനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതിൽ ഈ അമ്മയ്ക്ക് വലിയ സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ അവർക്കൊന്നും പറയാൻ പറ്റിയില്ല. എന്തായാലും മകൻ അമ്മ ഉണ്ടാക്കി കൊടുത്ത റൊട്ടിയും കുറച്ച് വെള്ളവുമായിട്ട് യാത്ര തിരിച്ചു. കുറേ ദൂരം ചെന്നു. വിശന്നപ്പോൾ അവൻ റൊട്ടി എടുത്ത് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ വളരെ പാവപ്പെട്ട വൃദ്ധനായ ഒരാൾ അടുത്തെത്തി ചോദിച്ചു, മകനെ കുടിക്കാൻ കുറച്ച് വെള്ളം തരാമോ? അപ്പോൾ ഹസൻ പറഞ്ഞു, ഇവിടെ ഇരിക്കും അപ്പൂപ്പ, ഞാൻ ഭക്ഷണം കൂടി തരാം. അവൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന റൊട്ടി 2ആയി പകുത്ത് ഒരു ഭാഗം ആ വൃദ്ധന് കൊടുത്തു. വേണ്ടത്ര വെള്ളവും കൊടുത്തു. ആഹാരം കഴിച്ചതിന് ശേഷം ഈ വൃദ്ധൻ ചോദിച്ചു, നീ എവിടെ പോകുന്നു? ഹസൻ പറഞ്ഞു, എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ വെറുതെ കുറേ നാടൊക്കെ കാണാമെന്ന് കരുതി, എന്തെങ്കിലും ജോലി കിട്ടിയാൽ ചെയ്യാം. വൃദ്ധൻ പറഞ്ഞു, ഞാനും അങ്ങനെ പോവുകയാണ്, നാട് കാണാൻ ഇറങ്ങിയാണ്, ഞാൻ നിൻ്റെ കൂടെ വരാം, നിനക്ക് വിരോധമില്ലല്ലോ? അവൻ പറഞ്ഞു, ഇല്ല. അങ്ങനെ ആ വൃദ്ധൻ ഇവനും കൂടി യാത്ര തുടർന്നു. കുറേ പട്ടണങ്ങൾ കടന്നു. ഒരു വലിയ നഗരത്തിലെത്തി. അപ്പോൾ വലിയൊരു കട കണ്ടു, പലഹാരങ്ങൾ വിൽക്കുന്നൊരു കട. വില കൂടിയ പലഹാരങ്ങൾ വാങ്ങാനുള്ള പണമൊന്നും ഹസൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. അവൻ കരുതി എന്തെങ്കിലും ജോലി കിട്ടുകയാണെങ്കിൽ പണമുണ്ടാക്കി ഈ കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങാമായിരുന്നു. അപ്പോൾ വൃദ്ധൻ പറഞ്ഞു, നീ ഇവിടെ നിൽക്ക്, ഞാൻ ആഹാര സാധനങ്ങൾ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കിയിട്ട് വരാം. അങ്ങനെ ഹസനെ ആ കടയുടെ അടുത്ത് നിർത്തിയിട്ട് ഈ വൃദ്ധൻ കുറച്ച് ദൂരേക്ക് നടന്നുപോയി. ഹസൻ ആ കടയുടെ അടുത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ 2 ഭടന്മാരെ ഉച്ചത്തിൽ വിളിച്ച് പറയുന്നത് കേട്ടു, ദൂരേക്ക് മാറുക, ദൂരേക്ക് മാറുക, രാജകുമാരി കുളിക്കാൻ ഈ വഴി വരുന്നുണ്ട്. എന്താ കാര്യമെന്ന് ഹസന് മനസ്സിലായില്ല. ഹസൻ ഒഴികെ എല്ലാവരും ഓടി മറഞ്ഞു. എങ്ങോട്ടാണ് ഓടേണ്ടത് എന്നറിയാൻ വയ്യാതിരുന്ന ഹസൻ അവിടെ തന്നെ നിന്നതേ ഉള്ളൂ. രാജകുമാരി വരുന്ന വഴിയിലേക്ക് തുറിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരുത്തനെ കണ്ടപ്പോൾ രാജകുമാരിക്ക് തൻ്റെ ദേഷ്യം വന്നു. അവൾ തൻ്റെ അംഗരക്ഷകനോട് പറഞ്ഞു, അവനെ തടവിലാക്കുക. ഉടൻ തന്നെ ഭടന്മാർ ഓടി വന്ന് ഹസനെ തടവിലാക്കി. അവനെ ഭടന്മാർ പിടിച്ചു പോയി കഴിഞ്ഞപ്പോഴാണ് ഭക്ഷണം തേടിപ്പോയ അവൻ്റെ കൂട്ടുകാരനായ വൃദ്ധൻ തിരിച്ചു വന്നത്. ഇവിടെ നിർത്തിയിട്ട് പോയ യുവാവ് എവിടെ എന്ന് വൃദ്ധൻ അന്വേഷിച്ചപ്പോൾ നാട്ടുകാർ കഥകളൊക്കെ പറഞ്ഞു. വൃദ്ധൻ രാത്രിയാകുന്നതുവരെ കാത്തു. എന്നിട്ട് രാത്രിയായപ്പോൾ ഹസനെ തടവിൽ പാർപ്പിച്ചിരിക്കുന്ന ജയിലിനടുത്തേക്ക് ചെന്നു. അതിനൊരു ജനാലയുണ്ടായിരുന്നു. ആ ജനാലയുടെ അടുത്തെത്തിയ ഈ വൃദ്ധൻ അതിനുള്ളിലേക്ക് കൈ നീട്ടി. എന്നിട്ട് ഹസൻ്റെ മുടിയിൽ പിടിച്ചു. എന്നിട്ടൊരു മന്ത്രം ചൊല്ലി. അതോടെ ഹസൻ ജനാലയിൽ കൂടി പുറത്തു വന്നു. ജനാലയുടെ കമ്പികൾ വളഞ്ഞ് അവന് വഴി കാട്ടിക്കൊടുത്തു. അവൻ പുറത്തു വന്നതോടെ ജനാല പഴയതുപോലെ ആകുകയും ചെയ്തു. ഹസൻ നടന്ന കാര്യങ്ങളെല്ലാം വൃദ്ധനോട് പറഞ്ഞു. വൃദ്ധൻ പറഞ്ഞു, ഞാനിതൊക്കെ അറിഞ്ഞിരുന്നു. അപ്പോൾ ഹസൻ പറഞ്ഞു, ആ രാജകുമാരിയെ ഒന്ന് കാണണം. ഇതുപോലെ സുന്ദരിയായൊരു പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടേയില്ല. അവളെ കണ്ടതോടെ എനിക്ക് അവളെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹം തോന്നുന്നു. അപ്പോൾ വൃദ്ധൻ പറഞ്ഞു, അതൊരു നല്ല കാര്യമാണ്, നിനക്കതിന് അർഹതയുണ്ട്, ഞാൻ എന്തായാലും അവളുടെ അടുത്ത് നിന്നെ എത്തിക്കാം. വൃദ്ധൻ ഉടൻ തന്നെ തൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു ചെപ്പ് തുറന്ന് അതിൽ നിന്ന് കുറച്ച് കൺമഷി എടുത്തു. എന്നിട്ട് ആ മഷി കൊണ്ട് ഹസൻ്റെ കൺപോളകളിലും നെറ്റിയിലും എന്തോ എഴുതി. എന്നിട്ട് പറഞ്ഞു, ഇനി നിനക്ക് പോയി കുമാരിയെ കാണാം.
ഹസൻ പറഞ്ഞു, എൻ്റെ കണ്ണിൽ ഇത്തരം മഷി എഴുതിയത് കൊണ്ട് എനിക്ക് രാജകുമാരിയെ കാണാൻ പറ്റുന്നത് എങ്ങനെ? അവൾ താമസിക്കുന്ന അന്തഃപുരത്തിന് ചുറ്റും വലിയ കോട്ടയുണ്ട്. കോട്ടയ്ക്ക് തന്നെ വലിയ ബന്ദോബസ്താണ്. പിന്നെ അന്തഃപുരത്തിനകത്താണെങ്കിലോ പുരുഷന്മാരെ കടത്തുകയില്ല. എത്ര കാവൽക്കാരാണ്. അപ്പോൾ വൃദ്ധൻ പറഞ്ഞു, നിനക്ക് എവിടെയും കയറി ചെല്ലാം, കാരണം നിന്നെ ആരും കാണുകയില്ല. നീ ഇപ്പോൾ അദൃശ്യനാണ്. നിനക്ക് എന്തും ചെയ്യാൻ സാധിക്കും. പക്ഷേ നീ ഒരു കാര്യം ഓർക്കണം, നിന്നെ ആർക്കും കാണാൻ പറ്റില്ലായിരിക്കും, പക്ഷെ ദൈവത്തിന് കാണാം. അതുകൊണ്ട് ദൈവത്തിന് നിരക്കാത്തതൊന്നും, ദൈവത്തിന് ഇഷ്ടമല്ലാത്തതൊന്നും നീ ചെയ്യരുത്. അങ്ങനെ ഹസൻ നേരെ നടന്ന് കൊട്ടാരത്തിലേക്ക് പോയി. ആരും അവനെ കണ്ടില്ല. കാവൽക്കാരെ സന്തോഷപൂർവ്വം മറികടന്നു. കൊട്ടാരത്തിൽ ചുറ്റി നടന്നു. അന്തഃപുരത്തിനകത്ത് കയറി. പലപ്പോഴും അവൻ ഭടന്മാരെ തൊട്ട് കടന്നുപോയി. അപ്പോൾ ആരോ തൊട്ടു എന്ന് കരുതി ഭടന്മാർ തിരിഞ്ഞു നോക്കിയെങ്കിലും ആരെയും കണ്ടില്ല. അവൻ അന്തഃപുരത്തിൽ രാജകുമാരിയുടെ മുറിയിൽ ചെന്നു. അവളുടെ കിടക്കയിലിരുന്ന് അവളെ നോക്കി. തൻ്റെ മുറിയിൽ ആരോ ഉണ്ട് എന്ന് രാജകുമാരിക്ക് തോന്നി. എന്നാൽ അവൾക്ക് ആരെയും കാണാൻ കഴിഞ്ഞില്ല. അന്തഃപുരത്തിലെ ഊണുമേശമേലിരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഹസൻ എടുത്ത് രുചിച്ചു നോക്കി. അവന് നല്ല വിശപ്പുണ്ടായിരുന്നു. ഭക്ഷണം ആരോ എടുത്ത് കഴിച്ചു എന്ന് രാജകുമാരിക്ക് മനസ്സിലായി. പക്ഷെ ആരാണ് എന്ന് മനസ്സിലായില്ല. ആരെയും കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഹസൻ ഈ കൺമഷിയുടെ സഹായത്തോടെ 2-3 ദിവസം അന്തഃപുരത്തിൽ കടക്കുകയും അവിടെയൊക്കെ ചുറ്റി നടക്കുകയും ചെയ്തു. അവസാനം രാജകുമാരി തൻ്റെ പിതാവായ രാജാവിനോട് ചെന്ന് പറഞ്ഞു, ഇവിടെ ആരോ വരുന്നുണ്ട്. സുൽത്താൻ ഉടൻ തന്നെ വാതിലുകളും ജനാലകളും എല്ലാം അടച്ച് അന്തഃപുരത്തിനുള്ളിൽ ഒരു പരിശോധന നടത്തി. പക്ഷെ ആരെയും കണ്ടുകിട്ടിയില്ല. അപ്പോൾ അവിടെ വളരെ കൗശലക്കാരിയായ വൃദ്ധയുണ്ടായിരുന്നു. വൃദ്ധ പറഞ്ഞു, ഞാൻ ആരെങ്കിലും ഒളിച്ചിരിപ്പുണ്ടെങ്കിൽ അവരെ ഇപ്പോൾ കണ്ടുപിടിക്കാം. അവർ കുറച്ച് പച്ച പയർക്കുലകളും കുറച്ച് എരുമച്ചാണകവും കൊണ്ടുവന്നു. എന്നിട്ട് മുറിയിൽ തീ കത്തിച്ചിട്ട് ഈ 2 സാധനങ്ങൾ അതിലിട്ടു. അതോടെ പുക വന്നു തുടങ്ങി. നഗരം നിറയുന്ന പുക. ഹസൻ്റെ കണ്ണിൽ വെള്ളം നിറഞ്ഞു. വല്ലാതെ കണ്ണ് നീറിയ അവൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ജലധാരയിൽ മുഖം കഴുകി. അതോടെ വൃദ്ധൻ എഴുതിയ അക്ഷരങ്ങളും മഷിക്കൂട്ടും കഴുകിപ്പോയി. ഇപ്പോൾ എല്ലാവർക്കും അവനെ കാണാം എന്നായി. അവർ അവനെ വീണ്ടും ജയിലിലാക്കി. അന്തഃപുരത്തിൽ കടന്നതിന് ഹസനെ പിറ്റേന്ന് തന്നെ കഴുത്തറുത്ത് കൊല്ലാൻ അവർ തീരുമാനിച്ചു. ഹസൻ്റെ സുഹൃത്തായ വൃദ്ധൻ ഇതറിഞ്ഞു. വൃദ്ധൻ രാജാവിന് ഒരു സന്ദേശം അയച്ചു. നിങ്ങൾ തടവിലാക്കിയ ഹസൻ എൻ്റെ മകനാണ്. അവന് നിങ്ങളുടെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കണം. കോപം വന്ന രാജാവ് മന്ത്രിയോട് പറഞ്ഞു, ആരാണോ ഈ സന്ദേശം അയച്ചത് അയാളെ ഉടൻ തന്നെ എൻ്റെ മുന്നിൽ ഹാജരാക്കണം. അങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് മന്ത്രി ഈ സന്ദേശം അയച്ച വൃദ്ധനെ തേടിപ്പോയി. അയാൾ താമസിക്കുന്ന സ്ഥലത്ത് ചെന്നു. നഗരത്തിൽ ഒരു വീട് വാടകയ്ക്കെടുത്ത് അവിടെ താമസിക്കുകയായിരുന്നു വൃദ്ധൻ. അവിടെ ചെന്ന മന്ത്രി ഇയാളോട് പറഞ്ഞു, രാജാവ് നിങ്ങളെ കാണണമെന്ന് പറയുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു, ശരി, ഞാൻ നിങ്ങളുടെ ഒപ്പം രാജാവിൻ്റെ അടുത്തേക്ക് വരാം. അതിന് മുമ്പ് നമുക്ക് ഒരുമിച്ചിരുന്ന് കുറച്ച് ഭക്ഷണം കഴിക്കാം. അയാൾ ഒരു വലിയ ഗ്ലാസ് നിറയെ വീഞ്ഞെടുത്ത് ഈ മന്ത്രിക്ക് കൊണ്ടുവന്ന് കൊടുത്തു. മന്ത്രി കുടിച്ചു. അതിനുശേഷം അവരൊരുമിച്ച് രാജകൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. വഴിയിൽ വലിയൊരു കൊട്ടാരം കണ്ടു. കൊട്ടാരം കണ്ടപ്പോൾ മന്ത്രി ചോദിച്ചു, ഇത് ആരുടേതാണ് ഇത്ര വലിയ കൊട്ടാരം? ഞാൻ ഇതിനു മുമ്പ് ഇത് കണ്ടിട്ടില്ലല്ലോ. വൃദ്ധൻ പറഞ്ഞു, ഇത് എൻ്റെ കൊട്ടാരമാണ്, എൻ്റെ മകൻ്റെ കൊട്ടാരമാണ്. എനിക്ക് ഈ സ്ഥലത്ത് 1-2 വലിയ കൊട്ടാരങ്ങളുണ്ട്, അതിലൊന്നാണിത്. ഈ കൊട്ടാരം കണ്ടപ്പോൾ മന്ത്രിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അത്ര മനോഹരമായ കൊട്ടാരം അതിനു മുമ്പ് മന്ത്രി കണ്ടിട്ടില്ല. രാജകൊട്ടാരത്തേക്കാൾ മനോഹരം, സ്വർണം കൊണ്ട് നിർമ്മിച്ചത്, ചുറ്റുപാടും പൂന്തോട്ടമുള്ളത്. മന്ത്രി പറഞ്ഞു, എനിക്കിതിനുള്ളിൽ നിന്ന് കയറണമെന്ന് തോന്നുന്നുണ്ട്. വൃദ്ധൻ പറഞ്ഞു, അതിനെന്താ, നിങ്ങൾ അകത്തേക്ക് വരൂ, ഞാൻ നിങ്ങളെ ഈ കൊട്ടാരമെല്ലാം ചുറ്റി നടന്ന് കാണിക്കാം. അങ്ങനെ മന്ത്രി ഈ വൃദ്ധനൊപ്പം ഈ കൊട്ടാരത്തിനുള്ളിൽ കയറി. അതിനുള്ളിൽ നല്ല തണുപ്പുണ്ടായിരുന്നു. നിറയെ ഭക്ഷണപാനീയങ്ങളുണ്ടായിരുന്നു. മന്ത്രി അവിടെ കുറച്ച് നേരം ഇരുന്നു. കുറച്ച് വിശ്രമിച്ചിട്ട് പോകാം എന്ന് മന്ത്രി കരുതി. അത്ര രസമുണ്ടായിരുന്നു അവിടെ ഇരിക്കാൻ. അപ്പോൾ വൃദ്ധൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ രാജാവ് ചെല്ലാൻ പറഞ്ഞ സമയത്ത് നമ്മൾ എത്തിയാൽ മതിയല്ലോ. അതുവരെ നിങ്ങളിവിടെ വിശ്രമിക്കൂ, ഞാൻ എൻ്റെ ഒരു ചെറിയ ജോലി തീർക്കാനുള്ളത് തീർത്തിട്ട് വരാം. മന്ത്രി സമ്മതിച്ചു. കുറച്ച് നേരം അവിടെ വിശ്രമിക്കാം എന്ന് കരുതി മന്ത്രി അവിടെ ഇരുന്നു. വൃദ്ധൻ്റെ വീഞ്ഞു കുടിച്ച മന്ത്രിക്ക് വല്ലാത്ത ഉറക്കം വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് മന്ത്രി അവിടെ ഇരുന്നത്. രാജാവാണെങ്കിൽ മന്ത്രി വരുന്നതും കാത്തിരിക്കുകയാണ്. അപ്പോൾ രാജാവ് തൻ്റെ സൈനികരെ വിളിച്ചിട്ട് മന്ത്രി എവിടെ എന്ന് അന്വേഷിച്ചിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ സൈനികരെല്ലാവരും കൂടി മന്ത്രി അന്വേഷിച്ചിറങ്ങി. അവരന്വേഷിച്ച് ചെല്ലുമ്പോൾ തെരുവിൽ ഒരു മൂലയ്ക്ക് ഒരു ഒട്ടകത്തിൻ്റെ കാലുകൾക്കടിയിൽ ഒട്ടകത്തിൻ്റെ മൂത്രവും ചാണകവും വീണ് നനഞ്ഞ് മന്ത്രി കിടക്കുന്നത് കണ്ടു. അവർ മന്ത്രിയെ വിളിച്ചെഴുന്നേൽപ്പിച്ചു. മന്ത്രിക്കാകെ നാണക്കേട് തോന്നി. വലിയൊരു സ്വർണ്ണ കൊട്ടാരത്തിൽ ഉറങ്ങാൻ കിടന്നതാണ്. എങ്ങനെയാണ് ഇപ്രകാരം പറ്റിയതെന്ന് മന്ത്രിക്ക് മനസ്സിലായില്ല. മന്ത്രി ഭടന്മാരോട് പറഞ്ഞു, ഇക്കാര്യം നിങ്ങൾ ആരോടും പറയരുത്. പറഞ്ഞില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തക്കതായ പ്രതിഫലം തരാം. ഭടന്മാരെ സമ്മതിച്ചു. അങ്ങനെ മന്ത്രി കുളിച്ച് വൃത്തിയായി രാജാവിനെ കാണാൻ ചെന്നു. രാജാവ് ചോദിച്ചു, നിങ്ങൾ ഇതുവരെ എവിടെയായിരുന്നു? മന്ത്രി പറഞ്ഞു, പ്രഭു, ഞാൻ ആ സന്ദേശം അയച്ച ആളെ കാണാൻ പോയതാണ്. പക്ഷേ അയാൾ എൻ്റെ കൂടെ വരുന്നില്ല.
അപ്പോൾ രാജാവ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ പോയി അയാളെ വിളിച്ചുകൊണ്ട് വരാം. മന്ത്രി പറഞ്ഞു, അയാളൊരു കൗശലക്കാരനാണ്, അങ്ങ് പോയാലും അയാൾ വരുമെന്ന് തോന്നില്ല. ഒരു കാര്യം ചെയ്യാം, ഞാനും കൂടി അങ്ങയുടെ കൂടെ വരാം, നമുക്ക് 2 പേർക്കും കൂടി പോയി അയാളെ വിളിച്ചുകൊണ്ട് വരാം. അങ്ങനെ മന്ത്രിയും രാജാവും കൂടി വൃദ്ധനെ കാണാൻ പുറപ്പെട്ടു. മന്ത്രി താൻ ആദ്യം ചെന്ന വീട്ടിലേക്ക് രാജാവിനെയും കൂടെ കൊണ്ടുപോയി. പോകുന്ന വഴിക്ക് പറഞ്ഞു, അയാളൊരു വീഞ്ഞ് തരും കേട്ടോ മഹാരാജാവ്, അത് കുടിക്കരുത്. രാജാവ് സമ്മതിച്ചു. അവർ ഈ വൃദ്ധൻ്റെ അടുത്തെത്തി. വൃദ്ധൻ അവരെ വളരെ സ്നേഹത്തോടെ സ്വീകരിച്ചു. വരൂ, അകത്തേക്ക് വരൂ, ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞു. രാജാവും മന്ത്രി ഒരുമിച്ച് പറഞ്ഞു, ഇല്ല, ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വന്നല്ല, നീ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ കൂടെ വരണം. അപ്പോൾ ഇയാൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ശരി, ഞാൻ നിങ്ങളുടെ കൂടെ വരാം. അങ്ങനെ രാജാവും മന്ത്രിയും ഇയാളെയും കൂട്ടി രാജകൊട്ടാരത്തിലേക്ക് തിരിച്ചു പോയി. പോകും വഴി നേരത്തെ കണ്ടതിലും മനോഹരമായ ഒരു കൊട്ടാരം രാജാവ് കണ്ടു. സ്വർണവും വെള്ളിയും ഇടകലർത്തിയ ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ച ഒരു കൊട്ടാരം. ഇത് കണ്ട സുൽത്താൻ അത്ഭുതപ്പെട്ടു. ഞാൻ ഇതുവരെ ഇത്തരം ഒരു കൊട്ടാരം കണ്ടിട്ടില്ലല്ലോ, ഇത് ആരുടേതാണ് എന്ന് ചോദിച്ചു. അപ്പോൾ വൃദ്ധൻ പറഞ്ഞു, ഇത് എൻ്റേതാണ്. ഇതുപോലെ ഒരുപാട് കൊട്ടാരങ്ങൾ എനിക്ക് പല സ്ഥലത്തായിട്ടുണ്ട്. രാജാവ് പറഞ്ഞു, എനിക്കിതിലൊന്ന് കയറി നോക്കണമെന്നുണ്ട്. മന്ത്രി പറഞ്ഞു, വേണ്ട മഹാരാജാവേ, അങ്ങ് ഇതിനുള്ളിൽ കയറണ്ട. രാജാവ് പറഞ്ഞു, അല്ല, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു, എനിക്കിതിലൊന്ന് കയറി നോക്കിയേ പറ്റൂ. മന്ത്രി എത്ര പറഞ്ഞിട്ടും രാജാവ് കേട്ടില്ല. രാജാവ് കൊട്ടാരത്തിനുള്ളിലേക്ക് കയറി. മനോഹരമായ കൊട്ടാരം അദ്ദേഹം ചുറ്റും നടന്ന് കണ്ടു. അപ്പോൾ അതിലെ കുളിമുറി കണ്ടു. അദ്ദേഹം ഇതുവരെ കണ്ടിട്ടില്ലാത്തത്രയും തിളക്കമുള്ള കല്ലുകൾ പാകിയ കുളിമുറിയായിരുന്നു അത്. അത് കണ്ടപ്പോൾ തനിക്കൊന്ന് കുളിക്കണം എന്ന് അദ്ദേഹത്തിന് തോന്നി. അതിൽ വലിയൊരു വെള്ള തൊട്ടി ഉണ്ടായിരുന്നു. വെണ്ണക്കല്ലുകൊണ്ട് നിർമ്മിച്ച വലിയൊരു തൊട്ടി. ആ തൊട്ടിയിൽ വെള്ളം നിറച്ചിട്ടിരുന്നു. അതിൽ മുങ്ങിക്കുളിക്കണം എന്നാണ് രാജാവിന് തോന്നിയത്. അദ്ദേഹം തൻ്റെ വസ്ത്രങ്ങൾ അഴിച്ച് ആ വെള്ളത്തിൽ മുങ്ങി. പക്ഷേ അതോടെ അദ്ദേഹം ഒരു സ്ത്രീയായിട്ട് മാറി. മാത്രമല്ല, മുങ്ങിയിട്ട് പൊങ്ങിയത് ഒരു നദിക്കരയിലുമാണ്. നദിക്കരയിൽ പൊങ്ങി വന്ന സ്ത്രീയോട് അതുവഴി വന്ന ഒരാൾ വന്നിട്ട്, നീ ആരാണ്, എന്താണ് ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചു. രാജാവ് ആകെ വിഷമിച്ചു പോയി. രാജാവാണ് താൻ എന്ന് എങ്ങനെ പറയും? സ്ത്രീ വേഷത്തിലാണ് നിൽക്കുന്നത്. കയ്യിൽ വളകളും കാലിൽ പാദസരങ്ങളും കഴുത്തിൽ മാലകളും നീണ്ട മുടിയും ഒക്കെയുണ്ട്. രാജാവ് പറഞ്ഞു, എനിക്കറിയില്ല, ഞാൻ എവിടെ നിന്നോ വരുന്നു. അപ്പോൾ ആ മനുഷ്യൻ ചോദിച്ചു, നീ എങ്ങോട്ട് പോകുന്നു? രാജാവ് പറഞ്ഞു, എനിക്കറിയില്ല, ഞാൻ എങ്ങോട്ടോ പോകുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ എൻ്റെ കൂടെ വരൂ, നീ ഒരു സുന്ദരിയാണല്ലോ, ഞാൻ നിന്നെ വിവാഹം കഴിക്കാം. അപ്പോൾ പേടിച്ചു പോയ രാജാവ് പറഞ്ഞു, ഇല്ല, ഞാനിവിടുത്തെ രാജാവാണ്. ആ മനുഷ്യൻ ഉറക്കെ ചിരിച്ചു, നീ ഒരു സ്ത്രീയാണ്, നീ അങ്ങനെ രാജാവായിത്തീരും. ഇയാൾ ആ സ്ത്രീയെ പിടിച്ചു വലിച്ച് അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അയാൾക്ക് 3 ഭാര്യമാരും 10-20 കുട്ടികളും ഉണ്ടായിരുന്നു. സ്ത്രീവേഷത്തിലായ രാജാവിനെ ഇയാൾ പിടിച്ചു വലിച്ച് തൻ്റെ ഭാര്യമാരെ ഏൽപ്പിച്ചു. മര്യാദ പഠിപ്പിക്കാൻ പറഞ്ഞു. അവരെ രാജാവിനെ കൊണ്ട് ഒരുപാട് പണിയെടുപ്പിച്ചു. വീട്ടിൽ ബാക്കി വന്ന ഭക്ഷണം മാത്രം തിന്നാൻ കൊടുത്തു. കുന്നുകൂടി കിടന്ന തുണികൾ മുഴുവൻ കഴിയിപ്പിച്ചു. തൊഴുത്ത് വൃത്തിയാക്കിച്ചു. അങ്ങനെ വല്ലാതെ കഷ്ടപ്പെട്ട ഈ രാജാവ്, സ്ത്രീവേഷത്തിലായ രാജാവ്, പിറ്റേന്ന് നദിയിൽ കുളിക്കാൻ പോയി. തൻ്റെ വസ്ത്രങ്ങളൊക്കെ മാറി നദിയിൽ മുങ്ങിയതും വീണ്ടും രാജാവായി താൻ ആദ്യം മുങ്ങിയ മനോഹരമായ കൊട്ടാരത്തിലെ കുളിത്തൊട്ടിയിൽ നിന്ന് പൊങ്ങി വന്നു. ആകെ വിഷണ്ണനായി കയറി വരുന്ന രാജാവിനോട് മന്ത്രി ചോദിച്ചു, എങ്ങനെയുണ്ട്? ഞാൻ അന്നേരം പറഞ്ഞതല്ലേ ഈ കൊട്ടാരത്തിൽ കയറരുതെന്ന്. രാജാവിന് ദേഷ്യം വന്നു. രാജാവ് പറഞ്ഞു, എനിക്ക് ഈ കൊട്ടാരം വളരെയധികം ഇഷ്ടപ്പെട്ടു. എനിക്ക് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടത് എന്ന് നീയും കൂടെ ഒന്ന് അനുഭവിച്ചിട്ട് വാ. അദ്ദേഹം മന്ത്രിയെ പിടിച്ച് ആ കുളിത്തൊട്ടിയിലേക്ക് തള്ളിയിട്ടു. മന്ത്രി നദിയിൽ നിന്ന് ഒരു സ്ത്രീയായിട്ട് പൊങ്ങി വന്നു. അതുവഴി വന്ന അപരിചിതനായ മനുഷ്യൻ ആ സ്ത്രീയെ പിടിച്ച് തൻ്റെ വീട്ടിൽ കൊണ്ടുപോവുകയും ഭാര്യമാരുടെ അടിമയാക്കുകയും ചെയ്തു. ഒരു ദിവസം മുഴുവൻ മന്ത്രി അവിടെ പണി ചെയ്തു. പിറ്റേന്ന് നദിയിൽ മുങ്ങി കുളിത്തൊട്ടിയിൽ പൊങ്ങി. രാജാവും മന്ത്രിയും കൊട്ടാരത്തിന് പുറത്ത് കടന്നു. അവർ രണ്ടുപേരും പരസ്പരം നോക്കി. അനുഭവിച്ചതൊക്കെ അവർക്ക് മതിയായിരുന്നു. ഈ വിരുദ്ധനായ മനുഷ്യനെ കബളിപ്പിച്ച് പോകാൻ പറ്റില്ല എന്ന് രാജാവിനും മന്ത്രിക്കും മനസ്സിലായി. ഇയാൾക്ക് ഒരുപാട് കഴിവുകളുണ്ട്, പിണക്കുന്നത് ശരിയല്ല. മന്ത്രി രാജാവിനോട് പറഞ്ഞു, ഈ വിവാഹം നടത്തുന്നതാണ് നല്ലത്. അങ്ങനെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരുന്ന ഹസനെ അവർ മോചിപ്പിക്കുകയും രാജകുമാരിക്ക് വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്തു. വൃദ്ധൻ ഹസനോട് യാത്ര പറഞ്ഞ് പോകാൻ ഒരുങ്ങി. പോകാൻ നേരത്തെ അവൻ്റെ 2 കൈയും കൂട്ടിപ്പിടിച്ചിട്ട് വൃദ്ധൻ പറഞ്ഞു, നീ അന്ന് തിരിച്ചു വിട്ട മീനുണ്ടല്ലോ, അത് ഞാനായിരുന്നു. നിനക്ക് എപ്പോഴാവശ്യമുണ്ടോ അപ്പോഴൊക്കെ ഞാൻ എത്തിയിരിക്കും. അങ്ങനെ ആ വൃദ്ധൻ അവനോട് യാത്ര പറഞ്ഞു പോയി. ഹസൻ രാജകുമാരിയോടൊപ്പം പിന്നീടുള്ള കാലം സന്തോഷമായിട്ട് ജീവിച്ചു. ഇഷ്ടമായോ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.